ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് ചിന്തിക്കണം എന്ന്, എന്ത് കാണണം എന്ന്, എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്ന സാധാരണഗതിയിൽ ജയിലടക്കുകയോ അല്ലെങ്കിൽ കൂട്ടിലടക്കുകയോ ചെയ്യുമ്പോഴാണ്. ശരിയല്ല. അവർ തരുന്ന ഫുഡ് കഴിക്കുക, അവർ കാണിച്ചു തരുന്ന കാര്യങ്ങൾ നമ്മൾ കാണുക, അവർ പറയുന്നത് കേൾക്കുക, അവർ എന്ത് കള്ളത്തരം പറഞ്ഞാലും അത് നമ്മൾ വിശ്വസിക്കുക. അത് ജയിലിൽ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ കൂട്ടിലടിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. സ്വതന്ത്രമായ ഒരു വ്യക്തിക്ക് ഇത് നടക്കുകയില്ല, സമ്മതിക്കുകയില്ല. ഭരണസമിതിയും അതിനെല്ലാവിധ പിന്തുണ നൽകിയ ശ്രീ കെ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രവർത്തകരെയും പ്രത്യേകം നൽകിയ ഞാൻ ഈ അവസരം ആദ്യം തന്നെ വിനിയോഗിക്കുകയാണ്. പദ്ധതി വർഷത്തിൽ വളരെ മാതൃകാപരമായ ഒരു പ്രോജക്റ്റാണ് ഗ്രാമപഞ്ചായത്ത് എത്തിയിരിക്കുന്നത്. പരിസ്ഥിതി മഹോത്സവം എന്ന ഈ പ്രോജക്റ്റ് വളരെ നമ്മുടെ സാഹചര്യത്തിന് വളരെ അനുയോജ്യമായ ഒരു പദ്ധതിയാണ്. അപ്പം മറ്റ് ഗ്രാമപഞ്ചായത്തുകളൊക്കെ വളരെയേറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. വീണ്ടും രാമകൃഷ്ണൻ നിങ്ങളുടെ സമയം ഞാൻ അനുഭവിക്കുന്നില്ല. എന്നിരുന്നാലും ഇത്തരത്തിലൊരു പ്രവർത്തനം ജൈവ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ ഒരു നാമെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ തോന്നിയ പഞ്ചായത്തിൻ്റെ ഈ ഒരു പ്രവർത്തനം എന്തുകൊണ്ട് വളരെ പ്രശംസനീയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കിട്ടുന്ന അറിവുകൾ നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവരിലേക്ക് നമുക്ക് വാങ്ങുകൊടുക്കാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം എല്ലാ വിഭാഗങ്ങളുടെയും തന്നെ ഇവിടെ നടക്കുന്ന 2 ദിവസത്തെ പരിപാടികൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച് നമ്മുടെ ഭാവി എങ്ങനെ നമ്മുടെ വീടും അല്ലെങ്കിൽ പരിസരവും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയും ഒക്കെ എങ്ങനെ പരിപാലിക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ അറിവുകൾ നമുക്ക് പറഞ്ഞു തരുവാനും പരിസ്ഥിതിയെ പറ്റി ചർച്ച ചെയ്യുവാൻ ഒരുപാട് ആൾക്കാരുടെ നമ്മുടെ സന്നിധിയിലായിട്ടുള്ളത്. അവരെല്ലാം എങ്ങനെ തൊട്ട് പ്രസിഡന്റ് തൊട്ട് നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരും വരെ നമ്മളെ പരിസ്ഥിതി ഒരു പദ്ധതി ഗ്രാമപഞ്ചായത്ത് നടത്തുന്നതിനെ ലക്ഷ്യമിട്ടിരുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വരും തലമുറയിലേക്ക് ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന ഒരു സന്ദേശം എത്തിക്കുക. അതനുസരിച്ച് വേണം അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ഭാവിയിൽ ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നമ്മൾ വെറുതെ ഇനാക്റ്റീവായിട്ട് ഇരിക്കുകയാണ് എങ്കിൽ നമ്മൾ ആദിമ മനുഷ്യരെ പോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യം വരുമായിരുന്നു. എന്നാൽ നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നാം ഈ കാണുന്ന നമ്മുടെ ചുറ്റുപാടും കാണുന്നത് എല്ലാം. അപ്പം നമുക്ക് ഏറ്റവും ആവശ്യം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വികസനമാണ്. വികസനം എന്ന് പറയുമ്പോൾ സുസ്ഥിര വികസനമാണ്. പക്ഷേ ഈ വികസനം എങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കേണ്ടത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ പരിസ്ഥിതി ചലച്ചിത്രമേള എൻ്റെ ഉദ്ഘാടനവും പ്രദർശനവും ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. ശ്വാസം എടുത്തിട്ടുണ്ട്, ഇനി കണ്ടു തുറന്നു. അപ്പോൾ എത്രത്തോളം ശ്വാസം അകത്തോട്ട് കയറുന്നുണ്ട്, എത്രത്തോളം ശ്വാസം പുറത്തോട്ട് വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ക്ലിയർ ആയോ? ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് നിങ്ങളെ നട്ടല് നിർമ്മിക്കാൻ ശ്രമിച്ചു. ഓക്കെ, അടി വെച്ചു. ലെഫ്റ്റ് ഹാൻഡ് താഴെ, അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് തള്ളവന്ന് നിർമ്മിച്ചേക്ക് വെച്ചു കേട്ടോ. നമുക്ക് അങ്ങനെ. ഇനി നടുവ് നൂർത്ത് കഴുത്ത് നേരെയാക്കിയിരിക്കണം. ഇത്ര കാര്യങ്ങൾ നടുവ് നൂർത്തിരിക്കണം, നട്ടല് നേർന്നിരിക്കണം, കഴുത്ത് നേരെയായിരിക്കണം. ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. ഇനി കണ്ണടച്ചിട്ട് ശ്വാസം മെല്ലെ ഒന്ന് പുറത്തേക്ക് വിട്ട് പതുക്കെ മാക്സിമം പുറത്തേക്ക് വിടുക. ഫുൾ ഇൻഹെയിൽ ചെയ്യുക. 1 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് എടുത്ത് അത്രയോ സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നുകൂടി ശ്വാസത്തോടെ എടുത്ത് ഫുൾ ഇൻഹെയിൽ ചെയ്യുക.
1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇനി നല്ല പട്ടകിലേക്ക്. ഓക്കെ, നമ്മൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മളുടെ ഏതവസ്ഥയായിരിക്കണം നമുക്ക് വേണ്ടേ? മാനസികാവസ്ഥ എങ്ങനെയായിരിക്കണം? ഒരു ഡിസിഷൻ എടുക്കാനുള്ള ബോൾഡായിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായ ഒരു തീരുമാനം എടുക്കാൻ പറ്റും, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? നമുക്കത് എടുക്കാനുള്ള ഒരു പ്രാക്ടീസ് ശേഷങ്ങൾ തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യും. ഇതിലേതിനാണ് ഡെപ്ത് കൂടുതൽ? ആദ്യം ചെയ്താലാണോ രണ്ടാമത്തെ ചെയ്തതാണോ കൂടുതൽ ഓക്സിജൻ നിങ്ങൾക്ക് കിട്ടിയത്? രണ്ടാമത് ചെയ്യും. അപ്പൊ മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ പറ, നിങ്ങളുടെ നോർമൽ ബ്രീത്തിങ് പ്രോപ്പർ ആണോ? അല്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇതെല്ലാ ദിവസവും ഒരു 10-15 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, നട്ടെല്ലാം നിർത്തി കഴുത്ത് നേരാക്കി ഇരുന്നിട്ട് ഡീപ്പ് ഇൻഹെയിൽ ചെയ്യുക. 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് അതുപോലെ അത് എക്സീൽ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം നന്നായിട്ട് ഓക്സിജൻ കിട്ടും. ആ ഓക്സിജൻ എല്ലാ സ്ഥലത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സമയവും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് യോഗയ്ക്കകത്ത് ചെയ്യുന്ന പ്രാക്ടീസാണ് ശരിക്കും യോഗിക് ബ്രീത്തിങ്. മനസ്സിലായോ? കാരണം യോഗികളായിട്ടുള്ള ആൾക്കാർ മാക്സിമം ഡെപ്തിലാണ് ശ്വാസം എടുക്കാനും പുറത്തേക്ക് വിടാനും ശ്രദ്ധിക്കുന്നത്. കാരണം അതിന്റെ ഗുണം അവർക്കറിയാം. ഇനി ഞാൻ പറയുന്ന വിശ്വാസമാണോ സയൻസ് ആണോ? സയൻസ് ആണ്. പിടികിട്ടിയോ? ഇതിനകത്ത് യോഗയ്ക്കകത്ത് ഓരോ പ്രാക്ടീസിനകത്തും സയൻസ് ഉണ്ട് കേട്ടോ. ഇത്ര കാര്യങ്ങൾ പിടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഫസ്റ്റ് നമ്മൾ ക്രോസ് ലെഗ് പൊസിഷനിൽ ഇരിക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, അല്ലേ? സെക്കൻഡ്, നമ്മളൊരു പ്രാക്ടീസ് ചെയ്തു. എന്താണ്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാ? നിങ്ങളുടെ പഠിക്കാനുള്ള കഴിവ് പഠിച്ചാൽ മാത്രം പോരാ, അങ്ങോട്ട് ഡാറ്റ കൊടുത്താൽ പോരാ, ഡാറ്റ റീകളക്ട് ചെയ്യാനും കൂടിയുള്ള എളുപ്പമാവത്തക്ക രീതിയിലൊരു പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ എന്തായി? ബ്രീതിങ്, നന്നായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള രീതി. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരും പറഞ്ഞു തരാറുണ്ട്. പക്ഷെ നിങ്ങളോട് നന്നായിട്ട് ശ്വാസം എടുക്കണമെന്ന് എത്ര പേര് പറഞ്ഞു തന്നിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ഇന്നത്തെ ഈ ഒരു അവസരത്തിൽ നന്നായിട്ട് ബ്രീത്ത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ശ്വാസം എടുത്തുകൊണ്ട് ഈ കൈ നേരെ ഷോൾഡർ ലെവലിൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് എന്താ വിരലുകളിൽ ഇന്റർലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തോട്ട് തിരിക്കുക. നേരെ ഇവിടെ വരെ വരിക. ഇവിടെ വരെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബ്രീത്തിങ് സെഷൻ കംപ്ലീറ്റ് ഇൻഹേൽ ആയിരിക്കും. ഇനി മാക്സിമം ഇൻഹേൽ ചെയ്യാനൊന്ന് ട്രൈ ചെയ്തുകൊണ്ട് എന്താ ഹീൽ ലിഫ്റ്റ് ചെയ്യുക. ഈ ഇങ്ങനെ ഒരു 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കാല് നല്ല നിലത്ത് താഴ്ത്തി വെച്ചിട്ട് കൈ ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് എക്സിൽ ചെയ്യും. കൈ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സിൽ ചെയ്ത് തുടങ്ങുക. കൈ താഴെ വരുന്ന സമയത്ത് എക്സിൽ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എന്താ എഴുതിയിട്ടുണ്ട്? സമസ്ഥിതി കേട്ടോ. നേരെ കണ്ണിന്റെ ഓപ്പോസിറ്റിനോടായിരിക്കണം നിങ്ങളുടെ നോട്ടം വേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കാം. പിന്നെ നിങ്ങൾ കൈ വൈഡാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നിടവിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നും നോക്കിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാത്ത രീതിയിൽ. ഓക്കെ, അതെ തട്ടല്ലേ. ശരി, ഇങ്ങോട്ട് മുമ്പോട്ട് കയറ്റി കൊണ്ടുവരണം. ഓക്കെ ഓക്കെ, റെഡിയല്ലേ? ഇനി കൈ നടത്തിയിട്ടോ, നേരെ നിന്നേ. റെഡിയല്ലേ? ഓക്കെ, ശ്വാസം എടുത്തോണ്ട് കൈ ഷോൾഡർ ലെവൽ, ടോളിന്റെ ലെവലിലേക്ക് ലിഫ്റ്റ് ചെയ്തേ. ഇനി അവിടുന്ന് കൈ ക്രിസ്റ്റിന്റെ അവിടുന്ന് കൈപ്പത്തിയുടെ അവിടുന്ന് മടക്കിയിട്ട് കൈവരികൾ ഇന്റർലോക്ക് ചെയ്തേ. ഇനി അവിടുന്ന് കൈപ്പത്തി കൈവെള്ളം പുറത്തോട്ട് തിരിച്ച് ഇനി നേരെ മേളിലേക്ക് പോകാം. ചെവിയുടെ അവിടം വരെ വാങ്ങാം. ഓക്കെ, ഇനി മാക്സിമം ഇൻഹേൽ ചെയ്തുകൊണ്ട് വിരൽ കുത്തിക്കൊണ്ട് ഉപ്പിട്ട് വെള്ളോട്ട് കുത്തിക്കേ. നേരെ നോക്കണേ. മാക്സിമം സ്ട്രെച്ചിങ് കൊടുക്കുക, ബാലൻസ് കിട്ടും. നേരെ നോക്കിക്കോ, അവിടെ ഹോൾഡ് ചെയ്തേ. 1 2 3. ഇനി കാല് നേരത്തെ ഉറപ്പിച്ചേ. ഇനി കൈ അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് എക്സീൽ ചെയ്ത് തുടങ്ങുക. അതൊക്കെ താഴ്ത്തി. ഓക്കെ, കാണോ? എളുപ്പമല്ല ചെയ്യാൻ. ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബാലൻസ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ടാണ്. റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ടാണ്. ഒന്നുകൂടി ചെയ്യാം. ഇൻഹേൽ, ഇന്റർലോക്ക് ചെയ്തേ, ട്വിസ്റ്റ് ചെയ്തേ, മുകളിലേക്ക് വന്നേ. ഇനി മാക്സിമം ഇൻഹേൽ ചെയ്ത് ഹീൽ ലിഫ്റ്റ് ചെയ്തേ. കണ്ണ് നേരെ നോക്കണേ. ഹോൾഡ് ചെയ്തേ. 1 2 3. ഡൗൺ, എക്സീൽ. കൈ സ്പ്ലിറ്റ് ചെയ്തേ, താഴേക്ക് വന്നേ. ആദ്യം ചെയ്തതിനേക്കാളും എളുപ്പമില്ലേ? ഇപ്പം ഒരു പ്രാവശ്യം പിടിച്ച് ചെയ്യാം. ഓക്കെ, മറന്നു പോയിട്ടിരിക്കാനാണ് കേട്ടോ. ഇൻഹേൽ, കൈ മുകളിലോട്ട് നോക്കിക്കേ. ഇന്റർലോക്ക് ചെയ്തേ, ട്വിസ്റ്റ് ചെയ്തേ, ട്വിസ്റ്റ് ചെയ്ത് ഇനി മേളിലേക്ക് പോവാം.
മാക്സിമം ഇൻഹേൽ ചെയ്ത് ഹീൽ ലിഫ്റ്റ് ചെയ്തേ. അവിടെ ഹോൾഡ് ചെയ്യും. 1 2 3. ഇനി കാല് നിലത്ത് ഉറപ്പിച്ചിട്ട് എക്സീൽ ചെയ്ത് കൈ സ്പ്ലിറ്റ് ചെയ്ത് താഴേക്ക് വന്നു. ഓക്കെ. ഇനി കഴിയില്ല. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നല്ല സ്ട്രോങ് മെന്റാലിറ്റി, മാനസികാവസ്ഥ, നല്ല കോൺസെൻട്രേഷൻ കിട്ടാനും അതുപോലെ മെന്റൽ സ്ട്രെങ്ത് കിട്ടാനും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്ന, ശരിയായ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പുഷ്കൽ ടീച്ചറുണ്ട്. ക്യാമ്പ് ജീവത്തായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ഇതിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ബിനിമാഷുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പ്രകൃതി നടത്തത്തിലേക്ക് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി നടന്നു ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ ഡോക്ടർ എൻ ജയരാജ് സാറിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ കുട്ടികളിലേക്കും പുതിയ തലമുറയിലേക്കും ഒക്കെ എത്തിക്കാൻ നടത്തുന്ന ശ്രമം തീർച്ചയായിട്ടും ഏറെ ശ്ലാഘനീയമാണ്. രാവിലെ രാത്രിയായപ്പോൾ ഞാൻ ടൗണിൽ വന്നതാണ്. ഞാനിപ്പോൾ അവിടെ നിന്നപ്പോൾ ആൾക്കാരുടെ ഇടയിൽ നിന്നിങ്ങനെ കിട്ടിയ നല്ലൊരു ഫീഡ്ബാക്ക്, ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്തരം ഒരു നല്ല പദ്ധതി ഏറ്റെടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തെ ഹരിതാപമാക്കാൻ ആഗ്രഹിച്ച മനുഷ്യൻ, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മോൻ രതീഷ് ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. പാലക്കാടിൻ്റെ തനത്, നമ്മുടെ ഇവിടെ തെങ്ങെന്നൊക്കെ പറയുന്നത് അവരുടെ തെങ്ങ് ആയിട്ട് തന്നെ സങ്കല്പിക്കാം. ഒരു പക്ഷേ കരിമ്പന അല്ലേ, കരിമ്പന കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഈ വഴിക്കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് കഴിക്കാനായിട്ട് പറ്റും അല്ലേ? കരിമ്പനയുടെ കാമ്പ്. അപ്പം അങ്ങനെ പാലക്കാടിൻ്റെ ഓർമ്മയ്ക്കായിട്ട്, ബാലേട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് അതിൻ്റെ വിത്തുമായിട്ടാണ് രതീഷ് ബാലൻ മകൻ വന്നിട്ടുള്ളത്. അത് നമ്മുടെ ആദരണീയനായ ഡോക്ടർ എൻ ജയരാജ് സാറിന് കൈമാറുന്നു. ജയരാജ് സാറ് ആദ്യ തൈ അല്ലെങ്കിൽ കരിമ്പന ഇവിടെ നട്ടുകൊണ്ട് ഈ പരിപാടിക്ക് തുടക്കം കൊടുത്തു. അതിലെന്താ തുണിയോ പ്ലാസ്റ്റിക് എന്താ ചോപ്പ് അതവിടെ ഈ കുട്ടികളെല്ലാം ഈ കൈ രണ്ടും ഇങ്ങനെ പിടിച്ച് ശകലിച്ച് നീര് കൊടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കും. എല്ലാവരും അതെ വിളിക്കുന്നു, കണ്ടോ? സ്ഥാപിക്കുന്നതോടുകൂടി കാവിനകത്ത് കയറാൻ പാടില്ല, കാവ് തീണ്ടാൻ പാടില്ല. ഇതൊക്കെ അപ്പൊ അത്രയും മാത്രം ആ സത്യം കണ്ടിട്ടുണ്ടോ? ഇല്ല.